ഇന്ന് നമുക്കൊരു ഫോണ്ടൻ്റ് വർക്ക് ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഫോണ്ടൻ്റ് വർക്കിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ടൂൾസ്, കളേഴ്സ്, CMC പൗഡർ, കോൺഫ്ലവർ, പിന്നെ നമ്മളുടെ ഫോണ്ടൻ്റ് ഞാൻ വൈറ്റാണ് എടുത്തേക്കുന്നത്. പക്ഷേ നമ്മളുടെ തീം വന്നിരിക്കുന്നത് ഒരു ലാവൻഡർ കളറാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് തീം. ഇതാണ് നമുക്ക് ചെയ്യേണ്ട ആ ഒരു പാവക്കുട്ടി. ഇത്രയും അളവിലാണ് ഫോണ്ടൻ്റ് എടുത്തേക്കുന്നത്. ഇത് ഏകദേശം ഒരു 80 ഗ്രാമോളം ഫോണ്ടൻ്റ് ഉണ്ട്. ഫുള്ളായിട്ട് നമ്മൾ ആദ്യമേ എടുക്കുന്നില്ല. കാരണം ഫുള്ളായിട്ട് എടുത്തിട്ട് നമ്മൾ CMC പൗഡർ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ഫിഗർ റെഡിയാക്കുമ്പോഴേക്കും അതിരുന്ന് ഭയങ്കരമായിട്ട് ടൈറ്റായി പോകും. അപ്പോൾ ആദ്യം കുറച്ച് ഇതേപോലെ എടുത്തിട്ട് നമുക്ക് കളറൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ ഫിഗറിനകത്ത് നമുക്കൊരു ലാവൻഡർ ഷെയ്ഡ്, ഒരു പർപ്പിൾ ഷെയ്ഡ് പോലത്തെ ഷെയ്ഡാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ചില കളറ് നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു കളർ തന്നെ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ എൻ്റെ കയ്യിൽ ലാവൻഡർ ഷെയ്ഡില്ല, പർപ്പിൾ ഷെയ്ഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ റെഡും കുറച്ച് ബ്ലൂവും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ലാവൻഡർ കളർ മിക്സ് ചെയ്യാനായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇതുപോലെ ആദ്യം കുറച്ചൊന്ന് ആഡ് ചെയ്തു. കാരണം ഒരുമിച്ച് നമ്മൾ കുറേ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോണ്ടൻ്റ് മൊത്തമായിട്ട് ലൂസായി പോകും. പിന്നെ നമ്മൾ കുറേ അധികം ഫോണ്ടൻ്റ് വേറെ ചേർത്ത് കൊടുക്കേണ്ടി വരും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ CMC പൗഡറും കോൺഫ്ലവറും കുറച്ച് കൂടുതൽ ആഡ് ചെയ്യേണ്ടി വരും. ആദ്യമേ കുറച്ച് ആഡ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഞാനൊരു 2-3 ഡ്രോപ്പ് വെച്ചിട്ട് 2 കളറും ആഡ് ചെയ്തിട്ട് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിവിടെ കുറച്ച് CMC പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ CMC പൗഡർ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങ് ഫോണ്ടൻ്റ് ഡ്രൈ ആയി പോകും. അത് കാരണം കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. CMC പൗഡർ ആണെങ്കിലും കോൺഫ്ലവർ ആണെങ്കിലും ഫോണ്ടൻ്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫോൾഡ് ചെയ്യലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഫോൾഡ് ചെയ്തില്ലെന്നാണെങ്കിൽ അത് ഈക്വലായിട്ട് നമ്മളുടെ ഫോണ്ടൻ്റിൽ മൊത്തം കിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത് നന്നായിട്ട് ഡ്രൈ ആയും കിട്ടില്ല. പിന്നെ നമുക്ക് ഒരു 2 ദിവസം മുന്നേക്ക് കിട്ടുന്ന ഓർഡറുകളാവുമ്പോൾ നമുക്ക് അവർ പറഞ്ഞേക്കുന്ന കളർ തന്നെ അവൈലബിൾ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പോൾ നമുക്ക് ഈ ഒരു കളർ മിക്സ് ചെയ്യുന്ന സ്റ്റെപ്പ് ഒഴിവാക്കാം. അപ്പോൾ നന്നായിട്ട് CMC പൗഡർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ കുഴയ്ക്കുന്ന രീതിയാണ്. കാരണം നന്നായിട്ട് പ്രഷർ കൊടുത്ത് കുഴക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഫോണ്ടൻ്റ് നല്ല സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു നൈഫ് ഫോണ്ടൻ്റ് വർക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു സാധനമാണ്. നമുക്കിതുപോലെ കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര സുഖമാണ് കേട്ടോ ഈ ഒരു നൈഫ് വെച്ചിട്ട്. അപ്പോൾ ഈ നൈഫ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 5 ബ്ലേഡും കൂടി എക്സ്ട്രാ കിട്ടും. ഓൺലൈനായിട്ടും അവൈലബിൾ ആണ്, മിക്ക മേക്കിംഗ് ഷോപ്പിലും ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ഒരു ലാവൻഡർ ഷെയ്ഡിൽ നിന്ന് കുറച്ച് പോർഷൻ ഒന്ന് എടുത്തിട്ട് ഇതേപോലെ ഒരു ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വേറൊന്നുമല്ല, നമ്മുടെ പാവക്കുട്ടിയുടെ ആ ഒരു സെൻറ്റർ ഭാഗം ഒന്ന് ആദ്യമേ റെഡിയാക്കി എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫോണ്ടൻ്റ് വർക്ക് ഒരു ഓർഡർ വന്നതാണ്. എൻ്റെ ഒരു കസിൻ ചേച്ചി കേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു ഫോണ്ടൻ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കേക്ക് എനിക്കില്ലാത്തത് കാരണം നമുക്ക് എന്തിൻ്റെങ്കിലും മേളിലൊന്ന് വെച്ച് നമുക്കിതൊന്ന് ഡ്രൈ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തെർമോക്കോൾ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കേക്കിലേക്ക് നേരിട്ട് വെച്ച് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ എല്ലാ പാർട്സും സെപ്പറേറ്റ് ചെയ്ത് ഡ്രൈ ആയിട്ട് കേക്കിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 കൈ വെക്കാനുണ്ട്. അപ്പോൾ ആ കൈയുടെ അളവിൽ കുറച്ച് ഫോണ്ടൻ്റ് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒത്തിരി പ്രഷർ കൊടുത്ത് റോൾ ചെയ്യരുത്, അതിങ്ങനെ അടന്ന് പോകും. അപ്പോൾ ആദ്യമേ ഒരു സൈഡിലേക്ക് വേണ്ട കൈ ഒന്ന് ഇതുപോലെ നന്നായി പരത്തിയെടുത്തിട്ട് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. കാരണം നമുക്ക് ആ ഒരു ലെങ്ത്തും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് അതും വെച്ച് നോക്കണം. അങ്ങനെ രണ്ടാമത്തെ കൈയും നമ്മൾ ഒന്ന് പരത്തിയെടുത്തിട്ട് ഇതേപോലെ ആദ്യത്തെ റെഡിയാക്കിയ കൈയുടെ കൂടെ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ആ ഒരു ലെങ്ത്ത് കറക്റ്റാക്കി എടുത്തിട്ടോ. അങ്ങനെ അതവിടെ മാറ്റി വെച്ചു. ഇതൊരു സ്കിൻ ടോൺ കളറാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് നമ്മൾ എടുത്തേക്കുന്നത് നമ്മളുടെ ഫേസ്, അതേപോലെ ലെഗ്, പിന്നെ ചെറിയൊരു പോർഷൻ കൈയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഞാനൊരു ചെറിയ പോർഷൻ റെഡും പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു ടൂത്ത് പിക്കിനകത്ത് കുറച്ച് യെല്ലോ കളറും കൂടി ടൂത്ത് പിക്കിനകത്ത് എടുക്കാൻ പാടുള്ളൂ. ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു സ്കിൻ കളർ കിട്ടില്ല. അപ്പോൾ റെഡും യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു കളർ ചെയ്തെടുത്തത്. എന്നിട്ട് നമ്മൾ ഫേസിന് വേണ്ടി ചെറിയൊരു റൗണ്ട് പോർഷനിൽ കുറച്ച് ഫോണ്ടൻ്റ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് കൈവച്ച് തന്നെ ഉരുട്ടിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് ഇങ്ങനെ ബോൾ പോലെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്കിലേക്ക് വെക്കുമ്പോൾ അതങ്ങനെ അത്ര സുഖമായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു വായ ഭാഗം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ സെയിം കളർ ഫോണ്ടൻ്റ് തന്നെ വെച്ചിട്ട് പൊടിക്കെടുത്തിട്ട് ഒന്ന് കയ്യിലുള്ളിൽ വെച്ച് ഉരുട്ടിയിട്ട് നമ്മൾ ആ ഒരു മൂക്ക് അത് നമുക്ക് ആ ഒരു ഫിഗറിൽ തന്നിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ച് ചെയ്യുന്നത് കണ്ണാണ് കേട്ടോ. കണ്ണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക്
നേരത്തെ നമ്മൾ ആ ഒരു നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണ്ടൻ്റ് എടുത്ത പോലെ കയ്യിൽ വെച്ച് നിങ്ങളൊന്ന് ഒരു പൊടിക്ക് ഫോണ്ടൻ്റ് എടുത്ത് ഉരുട്ടിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്ലാക്ക് കളർ ഉപയോഗിച്ച് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുത്താലും മതി. ഈ ഒരു രീതിയിലാണ് നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിലുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു ഡോളിൻ്റെ ഡ്രസ്സ് താഴെ കുറച്ചിങ്ങനെ ഞെറിവിട്ട പോലെ ഒരു ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡ്രസ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ 2 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ വെക്കുന്ന പീസിനേലും കുറച്ച് ലെങ്ത്ത് കുറവ് മതി മേളിലെ പീസ്. ഇപ്പോൾ ഏകദേശം ഞാൻ ഒരേ വീതിയിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. അത് വെക്കുന്ന നേരത്ത് കട്ട് ചെയ്ത് ലെവലാക്കുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് ലെഗിൻ്റെ പോർഷനാണ് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ഫേസ് റെഡിയാക്കാൻ എടുത്ത സെയിം ഫോണ്ടൻ്റ് വെച്ചിട്ട് തന്നെയാണ് ലെഗ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു സൈഡിലുള്ള ലെഗ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളൊന്ന് വെച്ച് നോക്കി ആ ലെങ്ത്തും കാര്യങ്ങളൊക്കെ റെഡിയാണോ എന്ന് അറിയാനായിട്ട്. എന്നിട്ട് ആ സെയിം ലെങ്ത്തിൽ തന്നെ അടുത്ത ലെഗും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു ഡെമ്മിയിലേക്ക് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ ഏതെങ്കിലും പീസ് തെർമോക്കോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ വെച്ച് സെറ്റ് ചെയ്ത് ഡ്രൈ ആയിട്ട് കേക്കിലേക്ക് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം കേക്ക് ഡ്രൈ ആയിട്ടാണ് നമുക്ക് ഫോണ്ടൻ്റ് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും തെർമോക്കോൾ പീസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു ചെറിയൊരു വൈറ്റ് കളറിൽ ഷൂ ഡോൾ ഇട്ടേക്കുന്നതുണ്ട് ഫിഗറിൽ. അപ്പോൾ അതൊന്ന് നമുക്ക് കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് കാലിൻ്റെ താഴ്ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഷൂ ഒന്ന് ജസ്റ്റ് ആ ഒരു നൈഫ് വെച്ച് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ജസ്റ്റ് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ വേറെ മോഡലിൽ ഷൂ ഒക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും ചെയ്യാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്നൊരു റൗണ്ട് ഷേപ്പ് പോലെ വെട്ടിയെടുത്തിട്ട് അതൊന്ന് പകുതിയാക്കി എന്നിട്ടാണ് ഇതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അത്ര അങ്ങോട്ട് നമുക്ക് സൂം ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റാത്തതാണ് കേട്ടോ ഇത്രയും അകലെ നിന്ന് നമ്മൾ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ലെഗ് 2 നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്രില്ല് പോലെ കൊടുക്കുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, അതിൻ്റെ താഴെ ഭാഗം വെക്കാനുള്ള ഫ്രില്ല് ആദ്യം ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഫ്രില്ല് പോലെ ഇട്ടിട്ട് ഇതിൻ്റെ മേളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിൽ വെക്കുന്ന പീസ് ഇതിനേലും കുറച്ചും കൂടി ലെങ്ത്തും വീതിയും കുറഞ്ഞ രീതിയിൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് അതിങ്ങനെ കയറി ഇറങ്ങിയിരിക്കുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ ഒരേപോലെ ഇരിക്കും. അപ്പോൾ ഞാൻ ആ ലെങ്ത്ത് കുറച്ചൊന്ന് കട്ട് ചെയ്തു, പിന്നെ ആ ഒരു വീതിയും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അത് നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയുള്ളൂ. എന്നിട്ട് അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഫ്രില്ല് പോലെ ആക്കിയിട്ട് ഇതിൻ്റെ മേളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് രണ്ട് ലെയറായിട്ട് തന്നെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ആദ്യം നമ്മൾ റെഡിയാക്കിയ ആ ഒരു ബോഡിയുടെ പാർട്ട് ഉണ്ടല്ലോ, അത് ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇതിൻ്റെ താഴേക്ക് കുത്തി ഇറക്കി കൊടുക്കുന്നുണ്ട്. ഇത് ടൂത്ത് പിക്ക് ആദ്യം വെച്ചിട്ട് ബോഡി അതിൻ്റെ മേളിലേക്ക് വെച്ചാൽ മതി. അതല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്ത് വെച്ച ബോഡിക്ക് എന്തെങ്കിലും ഷേപ്പ് വ്യത്യാസം വരും. കാരണം ഡ്രൈ ആവുന്നതിന് മുന്നെയാണ് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതല്ലോ. ഫുൾ ഫിഗർ റെഡി ആക്കിയിട്ടാണ് നമ്മൾ ഫോണ്ടൻ്റ് ഡ്രൈ ആക്കുന്നത്. അപ്പോൾ അതൊന്ന് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ആ ഒരു പാവക്കുട്ടിയുടെ കൈ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈ വെക്കാനായിട്ട് നമുക്ക് എഡിബിൾ ഗ്ലൂവോ അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഒരുപാടൊന്നും ടച്ച് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഫോണ്ടൻ്റ് പിന്നെ മെൽറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ച് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഏത് ഷേപ്പിലാണ് കൈ വെക്കാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഈ കൈയുടെ ആ ഒരു താഴെ ഭാഗത്ത് നമുക്ക് വിരലുകൾ കൈപ്പത്തി വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കൈപ്പത്തി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈപ്പത്തി വെറുതെ ജസ്റ്റ് ഒന്ന് കയ്യിൽ നമ്മളൊന്ന് ഉരുട്ടിയെടുത്തിട്ട് നമ്മളുടെ ആ ഒരു നേരത്തെ കാണിച്ച നൈഫ് ഉണ്ടല്ലോ അത് വെച്ച് നമ്മൾ ആ ഒരു ഫിഗേഴ്സ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടോ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും പാവക്കുട്ടിയുടെ ഒരു 70% കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ഫോണ്ടൻറ്റിൽ ഒരു പൊടിക്ക് യെല്ലോ കളർ ആഡ് ചെയ്തിട്ടാണ് റെഡിയാക്കിയത്. അത് വേറെ ഒന്നുമല്ല, നമ്മളുടെ ഡോളിൻ്റെ ആ ഒരു ഹെയർ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് മൊത്തം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വെച്ച് നമ്മൾ ടൂൾ ഉപയോഗിച്ച് വരച്ച് കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ ഇതേപോലെ ഓരോന്നായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കൈവച്ച് ഉരുട്ടിയെടുത്തിട്ട് ഇങ്ങനെയും ഹെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് തന്ന മോഡലിൽ ഈ ഒരു മെത്തേഡാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് എടുത്തിട്ട് ഇതേപോലെ കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഓരോ ഷേപ്പിൽ, കാരണം ചില മുടികളിങ്ങനെ ചുരുണ്ട പോലെ ഇരിക്കും ആ ഒരു എൻഡ് ഭാഗം, ചിലത് നീളത്തിൽ തന്നെ ഇരിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് താഴെ ഭാഗമൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ കുറച്ച് ആ ഒരു മേൽഭാഗത്ത് കുറച്ച് വെള്ളം ഒന്ന് തടവി കൊടുത്തിട്ട് നമ്മൾ ഓരോ ഹെയർ ഇതേപോലെ ഇതിൻ്റെ മേലിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഹെയർ വെച്ച് കൊടുത്തു, ചിലതൊന്ന് കർവ് ചെയ്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഹെയറിൻ്റെ മുകളിൽ ചെറിയൊരു 3 പൂക്കൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിട്ടോ. അങ്ങനെ അതും ഒന്ന് റെഡിയാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് നമുക്ക് അതിൻ്റെ മേളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കലാണ്.
അപ്പോൾ ഇതേപോലെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ കഴുത്ത് ഭാഗത്ത് ഒരു ചെറിയ നമുക്കൊരു ബോയും കൂടി വെക്കാനുണ്ട് കേട്ടോ. അതും പിന്നെ അതേപോലെ ഈ ഫേസിൻ്റെ 2 ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഒരു പിങ്ക് ആ ഒരു ഡസ്റ്റ് ഉണ്ടല്ലോ അത് വെച്ച് ജസ്റ്റ് ഒന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളുടെ ഡോളിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചാനൽ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ധൈര്യമായിട്ട് കമൻറ്റ് അയക്കാം കേട്ടോ. പറ്റുന്ന പോലെ എല്ലാത്തിനും റിപ്ലൈസ് ഒക്കെ അയക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റാ.